വീട്ടിൽ തന്നെ ഉണ്ടായ ഇരുമ്പിപ്പുളിയാണ് ഇത്. ഇതും പരിപ്പും കൂടി ഇന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. ഇരുമ്പിപ്പുളി പറിച്ചിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇരുമ്പിപ്പുളി കഴുകിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കറി വയ്ക്കാൻ ആവശ്യമായ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇരുമ്പിപ്പുളി ഇട്ടു. ഒരു തക്കാളി മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. പുളിയാണ് കറി വയ്ക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പുളി ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ഉപ്പ് ചേർക്കുക. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതൊരു മുറി തേങ്ങയാണ്. ഈ തേങ്ങയിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇരുമ്പിപ്പുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ. ഇരുമ്പിപ്പുളി വെന്തിട്ടുണ്ട്. ഈ കറിയിലെ എരിവും ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതിൽ എരിവ് കുറച്ച് കുറവാണേ. അപ്പം നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി ചേർത്തു. നമുക്കിനി നല്ലോണം ഇളക്കാം. ഒരു മുറി തേങ്ങ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചു വെച്ചതാണ്. അത് ചേർക്കാം. കറിക്ക് എത്ര വെള്ളം വേണമെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒന്നും കൂടെ ടേസ്റ്റ് നോക്കട്ടെ. പാകത്തിനൊപ്പം എരിവും ഒക്കെ ഉണ്ട്, പുളിയും ഉണ്ട്. ഇത് വറവിടണേ. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറവിട്ടത് ചേർത്തു. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടായി ഇരുമ്പിപ്പുളി വെച്ചിട്ട് പെട്ടെന്നൊരു കറി. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇരുമ്പിപ്പുളി കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ഓക്കെ.